നിങ്ങളുടെ ശരീരത്തെ ഏറ്റവും മാസ്റ്ററായിട്ടുള്ള ഗ്ലാൻഡ് തന്നെയാണ് തൈറോയ്ഡ്. അപ്പോൾ ശബ്ദം, തൈറോയിഡിൻ്റെ ഉറവിടം, ഇവയൊക്കെ തമ്മിലുള്ള വ്യക്തമായ കണക്ഷനും നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന കുട്ടിയോട് മിണ്ടിപ്പോവരുത്, കരയരുത്, വാ പൊത്തുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവൻ്റെ ആ ഇമോഷനെ അല്ലെങ്കിൽ ആ എക്സ്പ്രസ് ചെയ്യാനുള്ള അവൻ്റെ ഫ്രീഡത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതോടൊപ്പം തന്നെ അടങ്ങിയ ഗദ്ഗതങ്ങളാണ് ശരിക്കും എപ്പോഴും മനസ്സിൻ്റെ ഫ്രീക്വൻസിയിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തന്നെ പോകുന്നത്. അതവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി അല്ലാത്ത കണ്ടീഷൻ, ഒരു ഡിസ്-ഈസ് കണക്റ്റഡ് ടു സൗണ്ട് ആൻഡ് ട്രോട്ട്, ഇങ്ങനൊരു വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഇവൻ്റെ ഇമോഷൻസ് എല്ലായ്പ്പോഴും ട്രിഗർ ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും കിട്ടുന്ന ഈ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ബ്രെയിൻ അവിടെ ഇരുന്ന് ഈ ഫീഡ്ബാക്ക് സിസ്റ്റം സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അവനിലെ സത്യത്തെ, അവന് പറയാനുള്ളതിനെ പറയാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ, അത് ചൈൽഡ്ഹുഡ് ട്രോമ കാരണം പിൽക്കാലത്ത് അത് തൈറോയിഡായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രെസ് ഹോർമോണും തൈറോയിഡും തമ്മിലുള്ള ബന്ധം വലുതാണ്.